അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നയന കൃഷ്ണൻ. എല്ലാ വർഷവും മെയ് 31 ലോകാരോഗ്യ സംഘടനയും പങ്കാളികളും എല്ലായിടത്തും ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. ഈ ദിവസം പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളെ ഉയർത്തിക്കാട്ടുകയും പുകയില ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ നയങ്ങൾക്കായി വാദിക്കുകയും ചെയ്യുന്നു. പുകയില ഉപയോഗം ആഗോളതലത്തിൽ ഏറ്റവും തടയാവുന്ന മരണകാരണമാണ്. നിലവിൽ ലോകമെമ്പാടുമുള്ള 10 മുതിർന്നവരിൽ ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയാണ് പുകയില ഉപയോഗം. പുകയില വ്യവസായം പരിസ്ഥിതിയിൽ ചെലുത്തുന്ന ഹാനികരമായ ആഘാതം വളരെ വലുതാണ്. പുകയില ഓരോ വർഷവും 8 ദശലക്ഷത്തിലധികം ആളുകളെ കൊല്ലുകയും നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കുകയും കൃഷി, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയിലൂടെ മനുഷ്യന്റെ ആരോഗ്യത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. 2024 ലോക പുകയില വിരുദ്ധ ദിനം ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കാൻ പുകയില വ്യവസായത്തോട് ആവശ്യപ്പെടുന്ന ഒരു വേദി നൽകും. സോഷ്യൽ മീഡിയയിലൂടെയും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും തങ്ങളുടെ അപകടകരമായ ഉൽപ്പന്നങ്ങളുടെ നിരന്തരമായ വിപണനം ഉൾപ്പെടെ പുകയിലയുടെയും അനുബന്ധ വ്യവസായങ്ങളുടെയും കൃത്രിമ സമ്പ്രദായങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന നയങ്ങൾ സ്വീകരിക്കാൻ ആഗോളതലത്തിൽ യുവാക്കൾ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു. നിർമ്മാതാവ് ഉദ്ദേശിച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ പകുതിയോളം ഉപഭോക്താക്കളെ കൊല്ലുന്ന ഒരേ ഒരു നിയമപരമായ ഉപഭോക്തൃ ഉൽപ്പന്നമാണ് പുകയില. വിപണനത്തിനും പരസ്യത്തിനുമായി പുകയില കമ്പനികൾ $8 ബില്യൺ ചെലവഴിച്ചു. ഈ സിഗരറ്റ് ഉപയോഗിക്കുന്ന കുട്ടികളും കൗമാരക്കാരും പിന്നീടുള്ള ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാനുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.